നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ SFI പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റി നടത്തിയ സെലിബ്രേറ്റിംഗ് ദി ഫ്യൂച്ചർ വിജയാരവം 2024 SSLC +2 അതുപോലെ തന്നെ LSS USS പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ഒരു മൊമെൻറ്റോ നൽകലും ആദരച്ചടങ്ങും അതോടൊപ്പം തന്നെ ബ്ലഡ് ഡൊണേഴ്സ് ആപ്പിൻ്റെ ലോഞ്ചിങ് അതും ഇന്നലെ നമ്മുടെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് SFI കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഫ്സലാണ് നിർവഹിച്ചത്. ഈ അഭിനവ് SFI കരുവാരകുണ്ട് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് അഭിനവാണ് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത്. SFI കരുവാരകുണ്ട് ലോക്കൽ സെക്രട്ടറി റിൻഷാദ് സ്വാഗതം പറയുകയും ചെയ്തു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ, വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, KK ജെയിംസ് എന്നിവരൊക്കെ ആശംസ അർപ്പിക്കുകയും സജാദ്, CM സഫ്വാൻ, P സൽമാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ്. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ. LSS USS അതുപോലെ തന്നെ +2 ഈ വർഷത്തെ ഉന്നത വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിന് വേണ്ടി SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന സെലിബ്രേഷൻ ഓഫ് ദ ഫ്യൂച്ചർ വിജയാരം 24 എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് SFI കരുവാരകുണ്ട് ലോക്കൽ കമ്മിറ്റി ഇവിടെ ഒരു അനുമോദന ചടങ്ങ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കരുവാരകുണ്ട് അല്ലെങ്കിൽ മലപ്പുറം മേഖലയിൽ തന്നെ ഈ ബ്ലഡിന്റെ രൂക്ഷമായിട്ടുള്ള ബ്ലഡ് ബാങ്കിന്റെ രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ SFI കരുവാരകുണ്ട് കമ്മിറ്റി നേതൃത്വം നൽകി ഒരു ജീവനി എന്നൊരു പേരിട്ട ബ്ലഡ് ഡോണേഴ്സ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇനാഗ്രേഷൻ കൂടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇതിന്റെ ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ളത് SFIയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം അഫ്സലാക്കയാണ്. പക്ഷത്തിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാനും നന്നായി രാഷ്ട്രീയം സംസാരിക്കാനും നിങ്ങൾ കഴിയണം. ചിലർ പറയും രാഷ്ട്രീയം സംസാരിക്കണമെന്ന് പറയും, അരാഷ്ട്രീയവാദിയാകണമെന്ന് പറയും, SFI ആകണം നിങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അരാഷ്ട്രീയവാദിയാകരുത്, ഒരു രാഷ്ട്രീയമില്ലാത്തവരായി മാറരുത്. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അത് എത്തിച്ചേരുക അരാജക പ്രവർത്തനങ്ങളിലേക്കാണ്. ഇപ്പൊ നമ്മള് മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം നമ്മുടെ നാട്ടിൽ വല്ലാതെ കൂടുന്നു എന്നുള്ള ചർച്ച നടക്കുന്ന കാലമാണല്ലോ. അങ്ങനെ പറയുന്നത്രൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗത്തിന്റെ ഭാഗമായി അറസ്റ്റിലാകുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇനി വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യമുള്ള സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അറസ്റ്റാവുന്നെങ്കിൽ അവർ ഒരു രാഷ്ട്രീയ സംഘടനയിലും വിദ്യാർത്ഥി സംഘടനയിലും പ്രവർത്തിക്കാത്ത അരാഷ്ട്രീയവാദികളും പിന്നീട് അരാജകവാദികളുമായി മാറിയ ആളുകളായിരിക്കും. അതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ച് 10A+ നേടലും 6A+ നേടലും വലിയ കാര്യമാണ്. ഞങ്ങൾ ഇരിക്കുന്ന ആൾക്കാർക്കും പറ്റാത്ത കാര്യമാണ്. പഠിക്കുക, പോരാടുക എന്നുള്ള മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഞങ്ങൾക്ക് 6A+ഉം 10A+ഉം വാങ്ങുന്നത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ 10A+ഉം 6A+ഉം വാങ്ങുന്നതിന്റെ കൂടെ തന്നെ ഈ നാട്ടിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന, എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, അന്യന്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധത നിങ്ങൾക്ക് എല്ലാവർക്കും. ഇങ്ങനെ നമ്മളുടെ കഴിയാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് സാധിപ്പിക്കുവാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്, അവരുടേതായ ആശകളുണ്ട്, അവരുടേതായ ഇച്ഛാശക്തികളുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള കഴിവുമുണ്ട്. അവർ മനസ്സിലാക്കുന്ന ശരിയായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, തെറ്റാണെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ഭാവിയിൽ കരുത്തുറ്റ ഒരു രാഷ്ട്രം പടുത്തുയർത്തുവാൻ, ശക്തിയുള്ളവരാക്കി മാറ്റുവാൻ നിങ്ങൾ ഓരോരുത്തരും അവരെ പ്രാപ്തരാക്കണമെന്നാണ് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. വിജയം കൈവരിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരെ പ്രാപ്തരാക്കിയ എല്ലാ രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഭാവിയിൽ കൂടുതൽ വിജയങ്ങൾ കൈവരിക്കുവാൻ അവർക്കിടയാകട്ടെ എന്നും, നല്ല പൗരന്മാരായി കരുത്തുറ്റ വ്യക്തിത്വത്തിന്റെ ഉടമകളായി കൂട്ടത്തിലുള്ളവരെ കൂട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ളവരായി കരുണ പറ്റാത്ത മനസ്സുള്ളവരായി മാറണമെന്ന്. ഇതേപോലെ 10ാം ക്ലാസ്സിലും SSLCയും മറ്റു പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ഇനി പോകുന്ന കലാലയങ്ങളിലൊക്കെ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു.
നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തുടർന്ന് നിങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ അവരുടെ കൂടി അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ സാധിക്കുക എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന നിങ്ങളുടെ രക്ഷിതാക്കളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം. അതിന് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ.